ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നീ ആ കരുതയോ. ലൂക്കോസ് 19 അധ്യായം 30-31 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് ശിഷ്യന്മാരോട്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അയച്ചു കൊണ്ടുവരുകയും കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും. നമുക്കറിയാം, കുതിരകളോ മരുക്കമുള്ള മറ്റു മൃഗങ്ങളോ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇണങ്ങാത്തതും മരിക്കാനാവാത്തതും ആയ കെട്ടിപ്പെട്ടിരുന്നതായ ആ കരുതയായിരുന്നു യേശുവിന് ആവശ്യം. നമ്മൾ ഈ ലോകത്തിൽ ഒരു വലിയ വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ യേശുവിന് നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ വലിയ ആളാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ കഴുത യേശുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. യേശുവാണ് ആ കഴുതയെപ്പറ്റി ചിന്തിക്കുന്നത്. കഴുത യേശുവിനോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. യേശുവാണ് ആ കഴുതയെ സ്നേഹിക്കുന്നത്. ഇത് രണ്ട് വഴികൾ സന്ധിക്കുന്ന സ്ഥാനത്തായിരുന്നു ആ കഴുതയെ കെട്ടിയിരുന്നത്. ദൈവമക്കളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ രണ്ട് വഴികളുണ്ട്, സ്വന്തം ഇഷ്ടവും ദൈവ ഇഷ്ടവും. യേശു ആ കഴുതയെ കണ്ടപ്പം അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു. മുൻപൊരിക്കലും ആരും അതിൻ്റെ പുറത്ത് കയറിയിട്ടുമില്ല എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അത് അത്രമാത്രം മരുങ്ങാത്തതും ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതുമായിരുന്ന ഒരു മൃഗമാണായിരുന്ന കഴുത. എന്നാൽ യേശു അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ആ നിമിഷം മുതൽ അതിൻ്റെ ഗതിയും വഴിയും പൂർണ്ണമായും വ്യത്യാസപ്പെട്ടു. ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാരെ അയക്കുമ്പം അതിന് ശിക്ഷണം നൽകി മരുക്കി കൊണ്ടുവരണോ എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. അത് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. യേശു അതിൻ്റെ പുറത്ത് കയറിയപ്പം അതിന് സമൂല പരിവർത്തനം ഉണ്ടായി. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന ദൈവം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നിങ്ങളിൽ ഇതുവരെയും പരിവർത്തനം വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാട്ടുകഴുതയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് അതിന് കാരണം. ദൈവത്തിന് ആത്മീയമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാട്ടുകഴുതയല്ലാതെ മറ്റൊന്നും അല്ല എന്ന് മനസ്സിലാക്കാത്തതാകാം അതിനൊരു കാരണം. 1 കൊരിന്ത്യർ 1:27 വായിക്കുന്നത്, അതായത് യോഗ്യതയുള്ളവരാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് മോശത്വം, കുലഹീനം, നികൃഷ്ടം ഏതുമില്ലാത്തത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളതായി ഏറ്റവും വലിയ തടസ്സം അതായത് നമ്മളുടെ നിഗളമാണ് ഇത് നാം ചിന്തിക്കുക. സ്തോത്രം. അതെ, ഈ കരുതയെ ഉപയോഗിച്ചതായ ദൈവം നമ്മളെയും ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നീ ആ കരുതയോ. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ.